രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാനുള്ള ബിജെപി പ്രമേയത്തിൽ ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം. എഫ്ഐആർ ഇട്ടാലും പോരാട്ടം തുടരുമെന്ന് രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചു. വിഷയം അവകാശ സമിതിക്ക് വിടാനാണ് സാധ്യത. ഇന്ത്യ US വ്യാപാര കരാറും എപ്സ്റ്റീൻ ഫയൽസും എംപിമാരുടെ സസ്പെൻഷനും ഉയർത്തിയാകും പ്രതിപക്ഷ പ്രതിഷേധം. അതേസമയം രാഹുലിന് ഇന്ത്യയെക്കുറിച്ച് ആശങ്കയില്ലെന്നാണ് ഭരണപക്ഷത്തിന്റെ വിമർശനം. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. നോബൽ, സഭയിലെ പോര് തുടരുകയാണ്. സ്പീക്കർക്കെതിരായ വിശ്വാസ പ്രമേയം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായ ബിജെപി നോട്ടീസ് മറുഭാഗത്ത് നിൽക്കുകയാണ്. എന്തായാലും ഇന്നും ലോക്സഭ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതയാണോ കാണുന്നത്? ഗുഡ് മോർണിംഗ്. ദില്ലിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ പാർലമെന്റ് അവസാന ദിവസമാണ്. ആദ്യഘട്ടം ഇന്ന് സമാപിക്കും. പക്ഷേ നിരവധി വിഷയങ്ങൾ പാർലമെന്റിന് മുന്നിൽ ഉണ്ട് എന്നാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിക്ക് എതിരെ നിഷികാന്ത് ദുബെ കൊണ്ടുവന്ന നോട്ടീസാണ്. ഈ നോട്ടീസിൽ വ്യക്തമാക്കുന്ന രാഹുൽ ഗാന്ധി ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കണം എന്നുമാണ്. ഈ നോട്ടീസ് ഇന്ന് ചർച്ചയ്ക്കെടുക്കുമോ എന്ന് ഉറപ്പില്ല. കാരണം ഈ നോട്ടീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പീക്കറുടെ സാന്നിധ്യം ആവശ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചർച്ചയ്ക്കെടുക്കാനുള്ള സാധ്യത കുറവാണ്. അതല്ലെങ്കിൽ ഇത് മറ്റൊരു പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടാനുള്ള സാധ്യത ഉണ്ട് എന്നും പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ സ്പീക്കർക്ക് എതിരെ കൊടുത്ത അവിശ്വാസ പ്രമേയവും സഭയുടെ പരിഗണനയ്ക്ക് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും ഉള്ളത്. അത് മാത്രമല്ല, ഇന്നും പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായി ഉണ്ടാകും എന്നാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ, അതോടൊപ്പം തന്നെ മറ്റ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ ഉയർത്തിയ പ്രശ്നങ്ങൾ, ഒപ്പം എപ്സ്റ്റീൻ ഫയൽസ് അടക്കമുള്ള വിഷയങ്ങൾ, നരവനയുടെ പുസ്തക വിവാദം അടക്കം ഇന്നും പ്രതിപക്ഷം ശക്തമായി തന്നെ സഭയിൽ ഉയർത്തും. അവസാന ദിനമായതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിന് പ്രതിപക്ഷം ഒരുങ്ങുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ പാർലമെന്റ് കവാടത്തിലും പ്രതിഷേധം ഉണ്ടാകും. നേരത്തെ തന്നെ 8 എംപിമാരെ ഈ സമ്മേളന കാലയളവിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. ഡീൻ കുര്യാക്കോസ്, ഹൈബിയുടെ അടക്കമുള്ള എംപിമാരാണ് സസ്പെൻഡ് ചെയ്തത്. ഈ എംപിമാരുടെ പ്രതിഷേധം എല്ലാ ദിവസവും പാർലമെന്റ് കവാടം തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതൊരു പിന്തുണയായ കൂടുതൽ എംപിമാർ എത്തുകയും വലിയ പ്രതിഷേധത്തിലേക്ക് മാറുകയും ചെയ്തതാണെങ്കിലും ഇന്ന് സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയാണ്. ലോക്സഭ ആദ്യഘട്ടത്തിന്റെ അവസാന ദിവസമാണ് ഇന്നും സഭ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.